ചെന്നൈ എയർപോർട്ടിന് തൊട്ടടുത്ത് വിമാനങ്ങൾ തലയ്ക്ക് മുകളിലൂടെ പറന്നിറങ്ങുന്ന ഒരു കൊച്ചു കുന്ന്. ഇവിടെയാണ് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളുടെ ജീവിതം അവസാനിച്ചത്. യേശുവിൻ്റെ മുറിവുകളിൽ തൊട്ടു നോക്കാതെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ശിഷ്യൻ തോമസ് ലീഹ. പക്ഷേ ആ സംശയിച്ച തോമസ് ആണ് എല്ലാവരേക്കാൾ ദൂരേക്ക് സഞ്ചരിച്ചത്. AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം കപ്പലിറങ്ങി എന്നാണ് വിശ്വാസം. 7.5 പള്ളികൾ സ്ഥാപിച്ചു. നമ്മുടെ നസ്രാണി ചരിത്രത്തിൻ്റെ തുടക്കം അവിടെയാണ്. പിന്നെ ആ യാത്ര നീണ്ടത് തമിഴ്നാട്ടിലേക്കാണ്. മൈലാപ്പൂരിനടുത്തുള്ള ചിന്നമലൈ എന്ന കൊച്ചു കുന്നിലെ ഒരു ഗുഹയിലായിരുന്നു അവസാന കാലത്തെ അദ്ദേഹത്തിൻ്റെ താമസം. പ്രാർത്ഥിക്കാൻ കയറുന്നത് ഈ വലിയ കുന്നിലും. AD 72 ഇവിടെ വെച്ച് ഒരു കുന്തം കൊണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു. മരിക്കുമ്പോൾ മുറുകെ പിടിച്ചിരുന്നത് സ്വന്തം കൈകൊണ്ട് കൊത്തിയ ഒരു കൽക്കുരിശ് എന്നാണ് വിശ്വാസം. ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ എല്ലാ വർഷവും ജൂലൈ 3-ന് ആഘോഷിക്കുന്ന ദുഃഖറാന പെരുന്നാൾ. 1523 പോർച്ചുഗീസുകാർ ആ സ്ഥലത്ത് ഒരു പള്ളി പണിതു. 2023 അതിന് 500 വയസ്സ് തികഞ്ഞു. അൾത്താരിക്ക് പിന്നിൽ ആ കൽക്കുരിശ് ഇന്നും കാണാം. പ്രസിദ്ധമായ ബ്ലീഡിംഗ് ക്രോസ്. 1558 കുർബാനയ്ക്കിടെ ഇതിൽ നിന്ന് രക്തം പൊടിഞ്ഞുവെന്നാണ് രേഖകൾ. ഇതിനുള്ളിൽ വേറൊരു അപൂർവത കൂടിയുണ്ട്. ലൂക്കാ സുവിശേഷകൻ വരച്ചതെന്നും തോമസ് ലീഹ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്നും വിശ്വസിക്കുന്ന മാതാവിൻ്റെ ചിത്രം. തോമസ് ലീഹ അടക്കിയത് മൈലാപ്പൂരിലാണ്, ഇന്നത്തെ സാൻ തോം ബസിലിക്ക. ഒരു അപ്പസ്തോലന്റെ കബറിടത്തിന് മുകളിൽ പണിത ലോകത്തിലെ 3 പള്ളികളിൽ ഒന്ന്. റോമിലെ സെന്റ് പീറ്റേഴ്സ്, സ്പെയിനിലെ സാന്തിയാഗോ, പിന്നെ ചെന്നൈ.